കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നവർക്ക് ഡേറ്റ് മിസ്സാകുന്നതിന് മുൻപ് തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള 6 ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഈ ലക്ഷണമൊക്കെ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ് വളരെ എളുപ്പത്തിൽ തന്നെ ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിലേ പറയാം, യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണവും ഇല്ലാതെയും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ പറയുന്ന പല പ്രഗ്നൻസി ലക്ഷണങ്ങളും അല്ലെങ്കിൽ പ്രഗ്നൻസിയുടേതാണെന്ന് നമ്മൾ വിചാരിക്കുന്ന പല ലക്ഷണങ്ങളും ഇപ്പോൾ ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഉണ്ടാകുന്നില്ല. അവരുടെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടും അവരുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ടും അവരുടെ സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും കൊണ്ടും പലർക്കും ഭയങ്കര വിയേർഡായിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണം ഉണ്ടാകുന്നുണ്ട്. വിയേർഡ് എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര വിചിത്രമായിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ചിലർക്ക് മൂക്കിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാകും, ചിലർക്ക് മോണയിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാകും, ചിലർക്ക് തലവേദന ഉണ്ടാകും, ചിലർക്ക് പിമ്പിൾസ് ഉണ്ടാകും. ഇതൊക്കെ ഭയങ്കര വിയേർഡായിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന ഒരുപാട് പേരുണ്ട്. ഞാനിത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കേട്ടിട്ടുള്ളതായിട്ടുള്ള ഛർദിലോ അല്ലെങ്കിൽ തലകറങ്ങി വീഴലോ അങ്ങനെയുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അത് നെഗറ്റീവ് ആണെന്ന് തെറ്റിദ്ധരിച്ച് നിങ്ങൾ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളും കൂടി ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ പീരിയഡ് ഡേറ്റിൽ ചെറുതായിട്ടൊന്ന് ബ്ലീഡിങ് വന്നതിന് ശേഷവും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് ഉണ്ടാകുന്നുണ്ട്. പലർക്കും ഉണ്ടാകുന്ന പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ഇംബാലൻസ് കൊണ്ടും ത്രെട്ടേൺഡ് മിസ്കാരേജ്, അതായത് അല്ലെങ്കിൽ മിസ്കാരേജ് ഉണ്ടാവാനായിട്ട് പോകുന്നു, നിങ്ങൾ ശരീരത്തിന് ഒന്ന് കെയർ കൊടുക്കൂ എന്നുള്ള ശരീരത്തിൻ്റെ ഒരു വാർണിംഗ് സിഗ്നൽ വെച്ചിട്ടും ഒക്കെ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ത്രൂ ഔട്ട് 9 months ചെറുതായിട്ട് സ്പോട്ടിങ്ങോ ഡിസ്ചാർജോ ബ്ലീഡിങ്ങോ ഉണ്ടായിട്ടും സക്സസ്ഫുൾ ആയിട്ട് ഡെലിവറി കഴിയുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് എത്രത്തോളമാണെന്ന് കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. നോർമലി ഉണ്ടാകുന്നതിനേക്കാളും വളരെ കുറവാണ് നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നതെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് ആകാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ള ആളുകൾ പീരിയഡ് മിസ്സായതിനു ശേഷം പ്രഗ്നൻസി ലക്ഷണങ്ങളും ലൈറ്റ് ആയിട്ടുള്ള പ്രീവിയസ് മന്ത്സിനെ അപേക്ഷിച്ച് ലൈറ്റ് ആയിട്ടുള്ള ബ്ലീഡിങ്ങും കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അത് കാർഡ് ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ പറയുന്ന പ്രഗ്നൻസി ലക്ഷണങ്ങളിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് വജൈനയിൽ ഉണ്ടാകുന്ന ഇച്ചിങ് ആണ്. നമുക്ക് യോനി ഭാഗത്ത് അനുഭവപ്പെടുന്ന ചൊറിച്ചിൽ. ഇത് പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെ. പല ആളുകൾക്കും പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അതായത് വെള്ള കളറിലുള്ള ഡിസ്ചാർജ് ചൊറിച്ചിലൊക്കെ ആയിട്ട് പലർക്കും പോകുന്നുണ്ട്. പ്രഗ്നൻസി ആയി കഴിയുമ്പോഴുണ്ടാവുന്ന പല ഹോർമോൺ ചേഞ്ച് കൊണ്ടാണ് ഈ ഈസ്റ്റ് ഇൻഫെക്ഷൻ നമുക്ക് ഉണ്ടാവുന്നത് കേട്ടോ. അതിന്റെ ഭാഗമായിട്ടും ഇൻഫെക്ഷൻ ഇല്ലെങ്കിലും പലർക്കും വജൈനയിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന pH ബാലൻസിന്റെ ഒക്കെ ചിലപ്പോൾ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വജൈനയിൽ ഇച്ചിങ് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഇച്ചിങ് ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് അസ്വസ്ഥമായിട്ട് അത് ചൊറിയാതിരിക്കുക. നിങ്ങൾക്ക് ഇന്റിമേറ്റ് ഹൈജീനിലുള്ള പ്രൊഡക്ട്സ് ഉണ്ടാകും, വി വാഷ് ഉണ്ടാകും, അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇന്നർ ഒരു ദിവസം 2 നേരം എന്ന കണക്കിൽ നിങ്ങൾ മാറാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം നിങ്ങൾ ഒരു ചെറു ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ ക്ലീൻ ചെയ്തൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. ചൊറിച്ചിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഡോക്ടറെ കണ്ടിട്ട് ബാക്കിയുള്ള മെഡിസിൻസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് വിയേർഡായിട്ട് പലർക്കും ഉണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണമാണ്. നമുക്ക് ഈ ഒരു ഡിസ്ചാർജിന്റെ കൂടെ ഇപ്പോൾ നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിലും ഇത്തരത്തിലുള്ള ഡിസ്ചാർജോ ചൊറിച്ചിലോ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ പോയി കാണണം. കാരണം ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള pH ബാലൻസിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ മിസ്കാരേജ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് പലപ്പോഴും സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഉണ്ടാവുന്നുണ്ട്. എല്ലാവർക്കും അല്ല, ഓൾറെഡി എന്തെങ്കിലും ഇംബാലൻസസ് ഹോർമോണിൽ ഉള്ളവർക്കാണ് ഇത് അങ്ങനെ ഉണ്ടാവാനായിട്ട് ചാൻസസ് കൂടുതൽ കേട്ടോ. അടുത്തെന്ന് പറയുന്നത് നമുക്ക് അനൽ പോർഷനിൽ ഇച്ചിങ് ഉണ്ടാവുക. ഇതുപോലെ 2 പ്രൈവറ്റ് ആയിട്ടുള്ള പാർട്സിലും പലർക്കും വ്യത്യാസങ്ങൾ തുടക്കത്തിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. ഏറ്റവും ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് ഹോർമോൺ ചേഞ്ചസ് ആണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് കോൺസ്റ്റിപ്പേഷൻ ആണ്. ഈ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്ന സമയത്ത്, അതായത് നമുക്ക് വയറ്റിന് പോകാൻ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊന്ന് പ്രഷർ കൊടുക്കും. ഈ പ്രഷർ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിലെ ആ ഒരു ബ്ലഡ് വെസൽസ്, നമ്മുടെ അനസിലെ രക്തത്തിലെ ബ്ലഡ് വെസൽസിന് വീക്കം സംഭവിക്കുന്നു. ഇങ്ങനെ വീക്കം ഉണ്ടാകുമ്പോഴേക്കും പലർക്കും ചൊറിച്ചിൽ ഉണ്ടാവാനായിട്ട് ചാൻസസ് ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാലും നിങ്ങൾ അയ്യോ ഇത് പറയണമല്ലോ ഡോക്ടറോട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇരിക്കാനായിട്ട് പാടില്ല. കാരണം അത് നമുക്ക് അസ്വസ്ഥമായിരിക്കും, നമുക്ക് കണ്ടീഷൻ ഭയങ്കര വേഴ്സ് ആയി പോകും. അതുകൊണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ അല്ലെങ്കിൽ ചൊറിച്ചിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ സമീപിക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മെഡിക്കേഷൻസ് എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും കേട്ടോ.
അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ കാലിൻ്റെ ഭാഗത്താണ്. കാലിൻ്റെ ഭാഗത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മുട്ടിന് നേരെ താഴെയുള്ള പോർഷനും പാദത്തിന് മുകളിലുള്ളതുമായിട്ടുള്ള ആ ഇടയ്ക്ക് വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ കാലിൻ്റെ, കാൽമുട്ടിന് കീഴ്പോട്ടുള്ള ഒരു ഭാഗം. ആ ഭാഗത്താണ് പലർക്കും ഈ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത് കേട്ടോ. ആ ഭാഗത്തുള്ള നമ്മുടെ സ്കിന്ന് ഡ്രൈ ആകാനായിട്ട് ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ ഭയങ്കര കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ബ്ലഡ് വെസൽസ് ഒക്കെ എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങും. ഈ എക്സ്പാൻഷൻ സംഭവിക്കുമ്പോൾ പലർക്കും അവിടെ ഒരു മോയ്സ്ചർ നഷ്ടമാകാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾക്ക് അവിടെ ചൊറിച്ചിൽ അനുഭവപ്പെടും. ഓൾറെഡി ഡ്രൈ സ്കിന്നായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ മൊരി എന്നൊക്കെ പറയില്ല, ഇങ്ങനെ സ്കിൻ ഇങ്ങനെ പൊളിയുന്നത് പോലെ നമുക്ക് തോന്നും. ആ സിറ്റുവേഷൻ പ്രഗ്നൻസി ആകുന്ന സമയത്ത് ഭയങ്കര കൂടുതലായിട്ട് അനുഭവപ്പെടാറുണ്ട്. നമുക്ക് ഭയങ്കരമായിട്ട് ചൊറിച്ചിലുണ്ടാവുക, അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചുമന്ന് പാടുകളൊക്കെ വരിക, അങ്ങനെയൊക്കെ സംഭവിക്കും. ഭയങ്കര കോമൺ ആയിട്ടാണ് പ്രഗ്നൻസിയിൽ നമുക്ക് ഇച്ചിങ് ഉണ്ടാവുന്നത്. പക്ഷേ ആ ഒരു അസ്വസ്ഥത നിങ്ങൾക്ക് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറോട് പറയണം. ഒപ്പം നിങ്ങൾ അവിടെ ഒന്ന് ഓയിലി ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കോക്കനട്ട് ഓയിലെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒന്ന് ഡ്രൈനെസ് അങ്ങോട്ട് മാറി കിട്ടും. അപ്പോൾ നമുക്ക് ചൊറിച്ചിലും കുറയാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തൊരു പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ തൊടയുടെ ഇടുക്കാണ്. അതായത് നമ്മൾ രണ്ട് കാലും കൂടി നമ്മുടെ കാലും അതുപോലെ നമ്മുടെ ഒരു വജൈനയുടെ പാർട്ടും നമ്മൾ ജോയിൻ ആകുന്ന ഒരു പോർഷൻ ഇല്ലേ, അവിടെയും പലർക്കും ചൊറിച്ചിൽ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ ഡിസ്ചാർജ് ഭയങ്കര കൂടുതലായിരിക്കും. ചിലർക്കൊക്കെ ഉണ്ടാകുന്നത് സെർവിക്കൽ മ്യൂക്കസ് പോലുള്ള ഡിസ്ചാർജ് ആയിരിക്കും. ഈ ഡിസ്ചാർജ് തുടർച്ചയായിട്ട് വരുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അവിടെ ചൊറിച്ചിൽ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. ആ ഭാഗത്തും നിങ്ങൾ ഒരുപാട് ചൊറിയാതിരിക്കുക. കാരണം നിങ്ങൾക്ക് അവിടെ നടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ചിലപ്പോൾ റാഷസ് പോലെയൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. വൺസ് ആ ഒരു റാഷസ് വന്ന് പെടുകയാണെങ്കിൽ പിന്നീട് അത് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പോർഷനിലൊക്കെ ചൊറിച്ചിലുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡോക്ടറോട് പറയുക. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓയിൽമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുക. എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് സോപ്പ് ഉപയോഗിച്ചിട്ട് മാത്രമല്ലാതെ നമ്മളിപ്പോൾ മേലൊക്കെ തേക്കുന്ന ഒരു ഇതുണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് പയ്യെ നിങ്ങളൊന്ന് മസാജ് ചെയ്ത് ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ അവിടെ നമ്മളിങ്ങനെ എന്താ പറയുക, വേർപ്പിങ്ങനെ അടിഞ്ഞു കൂടിയിട്ട് ചിലപ്പോൾ അവിടെ അഴുക്കൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതിനൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. അടുത്ത പോർഷനാണ് നമ്മുടെ വയറ്. പ്രഗ്നൻസി പോസിറ്റീവ് ആവുന്ന സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ പലർക്കും വയറിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. യൂട്രസ് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുമ്പോൾ എസ്പെഷ്യലി ഫ്ലാറ്റ് ആയിട്ടുള്ള ടമ്മി ഉള്ള ആളുകൾ, അതുപോലെ തന്നെ ഫസ്റ്റ് ഡെലിവറി അതായത് ഫസ്റ്റ് പ്രഗ്നൻസി ആകുന്ന ആളുകൾക്കൊക്കെയാണ് ഈ സ്റ്റൊമക്കിൽ ഇത്തരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ വരുന്നത് കേട്ടോ. വയറൊന്ന് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് ചുറ്റും അസ്വസ്ഥതയുണ്ടാകും. ചൊറിച്ചിലും മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ചൊറിച്ചിൽ വയറിൽ ഉണ്ടാകുമ്പോഴേക്കും നിങ്ങൾ കൂടുതൽ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പലർക്കും ആ ഒരു സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവായി പോകുന്നത് കൊണ്ട് സ്ട്രെച്ച് മാർക്സ് ഒക്കെ ഉണ്ടാവാനായിട്ട് ചാൻസസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. എംബ്രിയോയിലോട്ടുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂട്രസ് ഭയങ്കര ആ ഒരു ഭാഗങ്ങളെല്ലാം ബ്ലഡ് വെസൽസ് ഒക്കെ നല്ലതുപോലെ ഒന്ന് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവിടെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് നോക്കുക. എന്തെങ്കിലും നല്ല മോയ്സ്ചറൈസർ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ കോക്കനട്ട് ഓയിൽ ആണെങ്കിലോ ഒലീവ് ഓയിൽ അങ്ങനെ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പയ്യെ ഒന്ന് മസാജ് ചെയ്ത് കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോർഷൻ നല്ല ഒരു ക്ലിയർ ആയിട്ട് അതുപോലെ ഭയങ്കര ഒന്ന് മോയ്സ്ചറൈസർ ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഭയങ്കര ഒന്ന് എന്താ പറയുക ഓയിലി ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ചൊറിച്ചിൽ കുറയാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഈ ബുദ്ധിമുട്ടും കൂടുതലായിട്ട് വരുമ്പോഴേക്കും നിങ്ങൾ ഡോക്ടറോട് പറയണം. ഒരിക്കലും അതൊന്നും നിങ്ങൾ ഉപേക്ഷിച്ച് കളയാൻ പാടില്ല. പറയാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമ്മുടെ ബ്രസ്റ്റിലാണ്. രണ്ട് ബ്രസ്റ്റിൻ്റെ പോർഷനിലും സ്കിന്നിലും നമുക്ക് ചിലപ്പോൾ ചൊറിച്ചിൽ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. ചിലർക്ക് നിപ്പിളിൻ്റെ പോർഷനിലായിരിക്കും ചൊറിച്ചിലുണ്ടാകുന്നത്. നിപ്പിളിൻ്റെ പോർഷനിൽ ചൊറിച്ചിലുണ്ടാകുമ്പോൾ നമുക്ക് ചൊറിഞ്ഞാലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുപോലെ. കാരണം നമ്മൾ ഏത് പോർഷനിലാണ് ചൊറിയുന്നത്, അടുത്ത പോർഷനിലാണോ നമുക്ക് ആ ഒരു ഇറിറ്റേഷൻ വരുന്നത്, അങ്ങനെയുള്ള സെൻസേഷൻ ആയിരിക്കും പലർക്കും ഉണ്ടാവുന്നത് കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രൊലാക്റ്റിൻ ഹോർമോൺ ശരീരത്തിൽ പ്രഗ്നൻ്റ് ആകുന്ന സമയത്തൊക്കെ ഇൻക്രീസ് ആകാനായിട്ട് തുടങ്ങും. പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഹോർമോൺസ് ഒക്കെ ഇൻക്രീസ് ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് അങ്ങനെ ചൊറിച്ചിൽ കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ രക്തയോട്ടം വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. ചിലർക്ക് ആ ഒരു വൈറ്റ് കളറിലെ പോർഷൻ ഇല്ലേ ബ്രസ്റ്റിൻ്റെ, അവിടെ നിന്നൊക്കെ സ്കിൻ ഇങ്ങനെ പീലായി പോകുന്നത് പോലെ, അതായത് ഇങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോഴേക്കും മൊരി വരുന്നത് പോലെ തോന്നും. നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോഴേക്കും സ്കിന്ന് പീലിംഗ് ആയിട്ട് പോകുന്ന ഒരു എഫക്റ്റ് നമുക്ക് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ.
ആ പോർഷനും നിങ്ങൾ നല്ലതുപോലെ എണ്ണയൊക്കെ ഇട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളാണ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പോർഷനിൽ മസാജ് ചെയ്തിട്ട് ആ നിപ്പിളിൻ്റെ അവിടെ നിങ്ങോട്ട് വലിച്ച് ഫ്രണ്ടിലോട്ട് വിടണം കേട്ടോ. കാരണം നിപ്പിൾ നമ്മൾ ഡെലിവറി കഴിയുന്ന സമയത്ത് ഉള്ളിലോട്ട് കയറി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നല്ലതുപോലെ നിപ്പിളിൻ്റെ ഭാഗം മസാജ് ചെയ്തിട്ട് നിപ്പിളിൻ്റെ ആ ഒരു മുലക്കണ്ണെന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു പോർഷൻ നല്ലതുപോലെ വലിച്ച് പുറത്തേക്ക് നിങ്ങൾ ഉന്തി കൊണ്ടുവരാനായിട്ട് നോക്കുക. അല്ലെങ്കിൽ കുഞ്ഞ് സക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. കുഞ്ഞിന് പാല് കിട്ടാത്ത സിറ്റുവേഷൻ ഉണ്ടാകും. നിങ്ങൾക്കും അസ്വസ്ഥതയൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ചേഞ്ചസ്, ഒരു 6 മാറ്റങ്ങളാണ് നമ്മൾ വിചാരിക്കുന്ന വിയേർഡായിട്ടുള്ള, എന്നാൽ പ്രഗ്നൻസിയിൽ പലർക്കും ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിലും കാണുന്നില്ലെങ്കിലും നിങ്ങൾ ശരീരം നന്നായിട്ട് ശ്രദ്ധിക്കുക. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 5 ദിവസമെങ്കിലും കഴിഞ്ഞ് രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിന് മുൻപ് എടുത്തു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ HCG ഹോർമോൺ ഇൻക്രീസ് ആയിട്ടുണ്ടാവില്ല. ഓവുലേഷൻ ലേറ്റ് ആയിട്ട് നടക്കുന്നവർക്കൊക്കെ റിസൾട്ട് കിട്ടാനായിട്ട് കുറച്ചും കൂടി ഒന്ന് ലേറ്റ് ആകും. HCG ഹോർമോൺ കാർഡിൽ ഡിറ്റക്ട് ചെയ്യുന്ന അത്രയും ലെവലിൽ എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ പോസിറ്റീവ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.